ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണ്ഡലക്കാലൊക്കെ ഉണ്ട്, നല്ല തണുപ്പുള്ള രാവിലെ നമ്മുടെ നാട്ടിലെ വാലാപ്പയിൽ ഒരു നാടൻ മീൻ പിടുത്താണ്ടോ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടട്ടൊക്കെ എന്തൊക്കെ ഐറ്റാണ് കിട്ടാന്ന് കുറേ വെറൈറ്റി മീനുകളുണ്ട്. അപ്പോൾ എന്തൊക്കെ കിട്ടാന്ന് നമുക്ക് അപ്പോൾ ഫസ്റ്റ് വിഷയം അതിൻ്റെ കരലാണ് കേട്ടോ. അടുത്ത് കാണിച്ചിട്ട് സ്ട്രൈക്കിങ് കിട്ടിയില്ല, നല്ല ഹെവി കടുങ്ങാലി. അടുത്ത് എന്താ കിട്ടാന്നുള്ളതൊക്കെ മൈദപ്പൊടി എടുക്കുന്നു, ചെറിയ ഉണ്ടാക്കുന്നു, ചൂണ്ട കുറയുന്നു, ഇടുന്നു. നാടൻ മീൻ പിടുത്തം. ചെറിയ വലിയ എടുക്കാൻ കാര്യം പറ്റില്ലല്ലേ, ചെറിയ വലിയ മീൻ പള്ളത്തിയുണ്ടോ, ചൂണ്ട കയറിയൊക്കെ നിങ്ങൾ. അപ്പോൾ അതിന് മാത്രം അടിയിൽ ഈ പള്ളത്തി വിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മീനാണ്. അപ്പോൾ അടുത്ത എന്താ കിട്ടാൻ നോക്കാം. അടുത്തത് വീണ്ടും മൈദ കൊടുക്കുന്നു, ിട്ട് പിടിച്ചാൽ അടി കാണാൻ നമുക്ക് അടുത്ത പരലോണം. അതിൻ്റെ പരലടിക്കാൻ തുടങ്ങിയാൽ അടിപൊളിയായിരിക്കും. അത് വേറെ നേരത്തെ എത്തിയിട്ട് കിടങ്ങാലല്ല കേട്ടോ, ഇത് വേറെ സാധനം വെറൈറ്റി. മറ്റേ വാൽമല ഇനി പുളി അടിപൊളി. അപ്പോൾ 3 മീൻ 10 മിനിറ്റ് ഉണ്ട്. 3 മീൻ. ഇപ്പോൾ അടുത്ത പരിപാടി ഇത് വെളുത്തുന്നു. മൈദാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാ ഷോട്ടും കാണിക്കാത്തത്. ഇടുക അറിഞ്ഞ് 2 കൊത്തെത്തുമ്പോഴത്തേക്കും നിവന്ന് പോകും. അടുത്തൊന്നും കൂടി എന്താ കൊണ്ടുപോണി? ഓ ഹെവിയാണ് കിട്ടി. അമ്പാ കടുവാണ് കേട്ടോ. എല്ലാ സാധനവും മൈദ കടിക്കുന്നില്ല, മനസ്സിലായില്ലേ? ഹെവി കടുവാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ കൊത്ത് കൊണ്ടാൽ മൂത്രമല്ലാണ്ട് വേറെ മരുന്നില്ല, തൊഴിച്ച് പോകും നോർമലി. ഇതാണ് ഹെവി സൈസാണ് കേട്ടോ. കൈ കൊണ്ട് പിടിക്കാൻ പേടിയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കട്ടെ. ഒന്ന് കുത്തുണ്ട് അന്നത്തോട് കൂടി കഴിഞ്ഞ് ഇത് ഇട്ട് വെക്കണേ. നല്ല സൈസുള്ളൊരു കടു കാര്യമെന്നൊക്കെ പറയും. ബക്കറ്റ് കട്ടിത്തരാം കൊണ്ടോ. മൈദപ്പൊടി എല്ലാ മീനുകൾക്കും നല്ല റിസൾട്ടാണുള്ളത്, മനസ്സിലായി. അപ്പോൾ അടുത്ത ഒന്നുകൂടി കൊടുത്തിട്ട് നോക്കാം. എല്ലാ വെറൈറ്റി മീനും അടിക്കും. ഇതിൽ പല വെറൈറ്റി മീനുകളും ഉണ്ട് കേട്ടോ. വാലില്ലാ പുയ, അതാണ് നമ്മൾ പോകേണ്ട പേര്. അടുത്തിടുന്നു. നോക്കത്തൊരു ഹെവി പല്ലുകൾ ഓണാക്കിയിരിക്കുകയാണ്. അപ്പോൾ സാധനത നിറഞ്ഞുകൊണ്ടിരിക്കണം ലോക്കറ്റ്. നാടൻ മീൻ പിടുത്തം, ഒരു നാടൻ മീൻ പിടുത്തം. കുറച്ച് തീറ്റ പ്രത്യേകം അങ്ങോട്ട് ഇങ്ങനെ ഇട്ടെടുക്കുക, ചെറിയ മീനുകളെ സൂചിപ്പിക്കാൻ. ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ തന്ത്രം. മൈദ ഉപ്പുമ കൊളുത്തുമ്പോൾ ഉപ്പ് ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്താൽ ഏകദേശം വലിയ മീനുകളൊക്കെ എടുക്കും. ചെറിയ പല്ലുകൾ പിടിക്കുക, അതിൻ്റെ തുമ്പത്ത് കൊളുത്തിയാൽ മതി, പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇടുന്നു. ചൂണ്ട കാണാനല്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇരുമീൻ ഓണായിരിക്കുകയാണ്. അപ്പോൾ ഇരുമീൻ വന്ന് തുടങ്ങിയിട്ട് ഫസ്റ്റ് ചെറിയ ചെറിയ മീനുകളൊക്കെ ചൂണ്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെടുക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. ഇരുമീൻ ചെറുതാണ്, പക്ഷേ ചൂണ്ട കൊളുത്തിയാണ് നമ്മൾ എടുക്കുന്നത്.